ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നോക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആണ് കേരളം. കേരളമാണ് 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത്. 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് കേരളമാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. കേരളത്തെ ഏത് രോഗത്തിൽ നിന്നും മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിനാണ് വിവാ? ഉത്തരം ഓപ്ഷൻ ബി ആണ് അനീമിയ. കേരളത്തെ അനീമിയയിൽ നിന്നും മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിനാണ് വിവാ. അപ്പോൾ വിവാ ക്യാമ്പയിൻ കേരളത്തെ അനീമിയ എന്ന രോഗത്തിൽ നിന്നും മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിനാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ജനുവരിയിൽ അന്തരിച്ച മാരിയോ സഗാലോ ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് ഫുട്ബോൾ. 2024 ജനുവരിയിൽ അന്തരിച്ച മാരിയോ സഗാലോ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫുട്ബോളുമായി ബന്ധപ്പെട്ട മാരിയോ സഗാലോ 2024 ജനുവരിയിലാണ് അന്തരിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കണ്ണൂർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയാണ് 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത്. അടുത്ത ചോദ്യം നോക്കാം. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആപ്പ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ചലോ ആപ്പ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആപ്പ് ചലോ ആപ്പാണ്. ചലോ ആപ്പാണ് KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളി? ഉത്തരം ഓപ്ഷൻ സി ആണ് EV രാമകൃഷ്ണൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളി EV രാമകൃഷ്ണനാണ്. EV രാമകൃഷ്ണനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളി. ഏഴാമത്തെ ചോദ്യം നോക്കാം. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം? ഉത്തരം ഓപ്ഷൻ എ ആണ് ധർമ്മടം. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ധർമ്മടമാണ്. ധർമ്മടമാണ് രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം. അടുത്ത ചോദ്യം നോക്കാം. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒഡീഷ. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായത് ഒഡീഷയാണ്. ഒഡീഷയാണ് 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനം. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മലയൻകീഴ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം? ഉത്തരം ഓപ്ഷൻ ബി ആണ് കൊച്ചി. രാജ്യാന്തര AI ഉച്ചകോടിക്കു വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്. കൊച്ചിയാണ് രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം.
അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. 12ാമത്തെ ചോദ്യം നോക്കാം. 2023 ഡിസംബറിൽ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ ജംഗിൾ സഫാരി. 2023 ഡിസംബറിൽ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. ഓപ്പറേഷൻ ജംഗിൾ സഫാരി എന്നത് 2023 ഡിസംബറിൽ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഡിസംബറിൽ നടന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏതു ടീമിനെതിരെയാണ് ഇന്ത്യൻ വനിതകൾ കന്നിജയം സ്വന്തമാക്കിയത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓസ്ട്രേലിയ. 2023 ഡിസംബറിൽ നടന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യൻ വനിതകൾ കന്നിജയം സ്വന്തമാക്കിയത്. 2023 ഡിസംബറിൽ നടന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യൻ വനിതകൾ കന്നിജയം സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏതു കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, കഥകളി. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകളിയുമായി ബന്ധപ്പെട്ട കൊട്ടാരക്കര ഭദ്ര 2024 ജനുവരിയിലാണ് അന്തരിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 2023 അർജുന പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ഉത്തരം ഓപ്ഷൻ എ ആണ്, മുഹമ്മദ് ഷമി. 2023 അർജുന പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. മുഹമ്മദ് ഷമി 2023 അർജുന പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ്. അടുത്ത ചോദ്യം നോക്കാം. നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, എസ് സോമനാഥ്. എസ് സോമനാഥിൻ്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. നിലാവ് കുടിച്ച സിംഹങ്ങൾ എസ് സോമനാഥിൻ്റെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിൻ്റെ വേദിയായ ചേപ്പാട് ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിൻ്റെ വേദിയായ ചേപ്പാട് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേപ്പാടിലാണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിൻ്റെ വേദി. അടുത്ത ചോദ്യം നോക്കാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരളം. കേരളത്തിലാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കുറവുള്ളത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫറോക്ക്. ഫറോക്കിലാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലം ഫറോക്കിലാണ് ഒരുങ്ങുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, പാരീസ്. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ് ആണ്. പാരീസ് നഗരമാണ് 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത്.
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഓൾ.